ഇത് മംഗലം ഫൊറോന പള്ളിയുടെ മുൻവശത്തുള്ള താഴത്തെ തോട്ടത്തിൽ വളവിലുള്ള തോട്ടത്തിലാണ് പൊൻകണ്ടം റോഡിലേക്ക് പോകുമ്പോൾ ഇറങ്ങുമ്പോൾ എന്നിട്ട് പെട്ടെന്ന് ആളി പടർന്നു. അതിന് പേരിൽ ആൾക്കാരെല്ലാവരും ഇടപെട്ട് ഇത് അടിച്ച് കെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ദുരന്തം ഒഴിവായി തന്നെ പറയാം. ചേച്ചി ഷാൾ ശ്രദ്ധിക്കോട്ടെ ചൂടെങ്ങനെ അതിന് അടിച്ചു കഴിഞ്ഞാൽ കെട്ടുപിടിക്കാൻ പറഞ്ഞ് നമ്മുടെ പിന്നെ കത്തി കയറില്ലല്ലോ കെട്ടുപിടിച്ച് കഴിഞ്ഞാലേ. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അല്ല അപ്പോൾ വലിയൊരു തീപിടുത്തമാണ് ഒഴിവായത്. കുറേ ആൾക്കാർ നാട്ടുകാരെ കൂടി ഇടപെട്ട് ഇവിടെ ഉണ്ടായി എല്ലാവരും ഓടിക്കൂടി പെട്ടെന്ന് ഞങ്ങൾ അണച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഉപകാരമായി. കാരണം തീ കത്തി കയറുമ്പോൾ നമ്മൾ സൈഡിലുള്ള ചപ്പുചവറുകൾ പെട്ടെന്ന് മാറ്റി തീ കത്തി കയറാതിരിക്കാനുള്ള സജ്ജീകരണമാണ് പെട്ടെന്ന് ചെയ്തത്. അതുകൊണ്ട് സംഭവം വലിയൊരു രീതിയിൽ കത്താതെ വലിയ ഒഴിവായി. നല്ലൊരു കാറ്റുണ്ടായിരുന്നു. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് ആ കാറ്റും പെട്ടെന്ന് അല്ലേ അതായത് നല്ലൊരു കാറ്റായിരുന്നു. ഇതാ ഞങ്ങളിവിടെ കുറേ ആളുകളുണ്ട്. കുറേ ആൾക്കാർ ഇപ്പോൾ പോയി. പെട്ടെന്നാണ് എല്ലാവരും വേർത്ത് കുളിച്ച്. കാരണം പറഞ്ഞാൽ തീയുടെ ചൂടും ഇതിൻ്റെ ഒരു വെപ്രാവടിവുണ്ട്. അപ്പോൾ എല്ലാവരും തോട്ടം കൊള്ള ആൾക്കാർ ശ്രദ്ധിക്കുക. ചപ്പുചവറൊക്കെ അടിച്ചു കൂട്ടി റോട്ടിൽ നിന്നൊക്കെ മാറ്റി കത്തിച്ചു വിടുക. നമ്മുടെ പഴയ മെമ്പർ സന്തോഷേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ വെള്ളം കിട്ടാൻ വേണ്ടി പോയിരിക്കുകയാണ്. സന്തോഷേട്ടാ വെള്ളം കിട്ടുമോ കുറച്ച് ചോദിക്കാൻ? അതെ വലിച്ചത് ഇട്ടതായിരിക്കുള്ളൂ. സൈഡിലിട്ടേ സന്തോഷേട്ടാ പാറി കഴിഞ്ഞാലേ ഇനി തീ പാറി അപ്പുറത്തേക്ക് പ്രശ്നമാവില്ലേ ഇവിടെ നനച്ചിരുന്നേ. അതെ അപ്പോൾ നമ്മുടെ സന്തോഷേട്ടൻ പഴയ മെമ്പർ വണ്ടി വെള്ളം കൊണ്ടുവരാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. കാരണം വെള്ളം കൊണ്ടു കഴിഞ്ഞാൽ തളിച്ചിട്ടില്ലെങ്കിൽ ഇനിയും തീ കാറ്റത്ത് പടർന്നു പിടിച്ചാൽ വലിയ അപകടം ഉണ്ടാവും. അപ്പോൾ അതുമാതിരി തോട്ടമുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. അതുമാതിരി കാരണം അതുമാതിരി ബിസ്ക്കറ്റ് വലിച്ചിട്ട് കുറ്റികൾ വലിച്ചു തരുന്ന ആളുകൾ ശ്രദ്ധിക്കുക. തീ പടർന്നാൽ മൊത്തം പ്രദേശം കത്തി ചാമ്പലാവും. അതുകൊണ്ട് അശ്രദ്ധ കാണിക്കരുതാരും. എല്ലാവരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഇതിപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് ഈ തോട്ടം കത്തി നശിക്കാതെ ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റി. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. അടുത്ത പ്രദേശം ഒരു 10 വീടുകളുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിലാക്കുക. ഇതെവിടെ ഒരു 5-6 സെൻറ്റോളം കത്തി അപ്പോഴേക്കും ഇടപെട്ട് കെടുത്തിയിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ എല്ലാവരും സമയോചിതമായി സന്ദർഭത്തിൽ ഇടപെട്ടതിന് എല്ലാവർക്കും നന്ദി. ഇങ്ങനെ തീ പിടിക്കുന്ന സമയങ്ങളിലെല്ലാം പച്ച നീളമുള്ള കൊന്നവടി കിട്ടുകയാണെങ്കിൽ നീളമുള്ളത് അടിച്ച് കിടത്താൻ നോക്കുക. അതിൻ്റെ കെട്ടുകൾ പിടിക്കാൻ നോക്കുക. അതായത് ചപ്പ് ചവറിൻ്റെ ഇടയ്ക്ക് ചപ്പ് ചവറുകൾ കുറച്ച് ദൂരെ നിന്ന് മാറ്റി അങ്ങോട്ടും പിടിച്ചിട്ടാൽ കത്തി കയറാതിരിക്കാൻ സാധിക്കും. അപ്പോൾ ഇനി അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. കാരണം ചൂടുകാലം തുടങ്ങുകയാണ്. അപ്പോൾ കത്തലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുമാതിരി സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരും വലിച്ചു തരുന്നവരെല്ലാം ശ്രദ്ധിക്കുക. കാരണം ഒരാളുടെ അശ്രദ്ധ കൊണ്ട് ഒത്തിരി ജീവൻ നഷ്ടപ്പെടാം. അതുപോലെ തന്നെ തോട്ടങ്ങൾ കത്തി നശിക്കാം. വരുമാനമാർഗ്ഗം ഇല്ലാണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ എല്ലാവരും ഇടപെട്ട് ഞങ്ങൾ കൂടി ഇത് കെടുത്തി ഒത്തിരി വേർത്തൊഴിച്ചു. കാരണം വെച്ചാൽ ഇത് ഭയങ്കര ചൂടാണ്. തീയുടെ ചൂടും ഇതിൻ്റെ കൂടി ആയപ്പോൾ ഭയങ്കര പ്രശ്നമായി. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് നീളമുള്ള കൊന്നവടിയൊക്കെ വെട്ടിയെടുത്ത് ചപ്പുചവറൊക്കെ വെട്ടി ഒതുക്കി. അതേമാതിരി തന്നെ വഴികൾ അതായത് അടുത്ത സ്ഥലത്തേക്ക് പടരാതിരിക്കാൻ അതിൻ്റെ കെട്ടുപിടിക്കാമെന്ന് പറയും. അതായത് ചപ്പുചവറിനെ അങ്ങോട്ടും ഇങ്ങോട്ട് വാങ്ങി മാറ്റി അങ്ങനെ പെട്ടെന്ന് അത് അണയ്ക്കാൻ അല്ലെങ്കിൽ സാധിക്കില്ലായിരുന്നു. അപ്പോൾ എന്തായാലും തീ അണഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ ദുരന്തമുണ്ടായി തോട്ടം കത്തി നശിക്കും. മനുഷ്യജീവൻ ഒരു അപകടത്തിലാവാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ കാര്യം ഇഷ്ടമായാൽ ഇത് ഇൻഫർമേഷൻ ആയിട്ട് എടുക്കുക. കാരണം തോട്ടങ്ങൾ കത്തി നശിച്ചാൽ നമ്മുടെ വരുമാനമാർഗ്ഗം ഇല്ലാണ്ടാവും. അശ്രദ്ധമായിട്ട് അലസമായിട്ട് വീഡിയോസ് കേട്ടോ വലിച്ചെറിയുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഇതങ്ങനെ ആയിരിക്കാം തീ പടരാൻ സാധ്യത എന്ന് വിചാരിക്കുന്നു. റോഡ് സൈഡിലാണ്, മെയിൻ റോഡിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടിയും ആരും അലസമായിട്ട് ചെയ്യരുത്. വലിച്ച സിഗരറ്റ് കുറ്റികൾ കെടുത്തിയതിനു ശേഷം റോഡിലേക്ക് ഇടുക, വലിച്ചെറിയുക. തോട്ടങ്ങളും കാര്യങ്ങളുണ്ട്. റോഡ് സൈഡിൽ ചൂട് സമയമാണ്. പെട്ടെന്ന് തീ പടരും. അതുകൊണ്ട് റബ്ബറിൻ്റെ ഇലയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കത്ത് പിടിക്കും. അതുകൊണ്ടാണ് കണ്ണൊക്കെ ചോരച്ചു. കാരണം വെച്ചാൽ തീയുടെ അടുത്ത് കൂടെ നിന്നിട്ട് അതിൻ്റെ കൂടെ പെടഞ്ഞപ്പോൾ കാലും ഒരു തീപ്പൊരി വീണു. കാലിച്ചിരി പൊള്ളിയിട്ടുണ്ട്. ഇത്തിരി ചൂടടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇതൊരു ഇൻഫർമേഷൻ എടുക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കനെ വിളിച്ച് മുകളിൽ കാണുന്ന ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എവറി ടീമിനോ സ്റ്റാഫ് ടാറ്റ ബൈ ബൈ സൈനിങ് ഓഫ്.